സുഗമോ ദേവിയിലെ പുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ മുരളിയാണെങ്കിൽ ഗൾഫിൽ അനുഭവിച്ച ബുദ്ധിമുട്ടും കഷ്ടപ്പാടും എല്ലാം ഗൗരി അറിയുന്നുണ്ട്. ഗൗരി അതൊരു പോസിറ്റിവായിട്ടാണ് എടുത്തത്. വിഷമിക്കേണ്ട മുരളിയേട്ടാ, നമുക്ക് ഇവിടെ തന്നെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാം എന്നൊക്കെയാണെങ്കിൽ ഗൗരിയാണെങ്കിൽ മുരളിയെടുത്ത് പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് മുരളിക്കൊരു സന്തോഷമൊക്കെ ആവുന്നുണ്ട്. പക്ഷേ ഭാർഗവിക്ക് എന്തൊക്കെയോ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഭാർഗവി ഗൗരിയോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. നീ സത്യസന്ധമായ കാര്യം മാത്രമേ പറയാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഗൗരിയാണെങ്കിൽ സത്യസന്ധമായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഭാർഗവിക്ക് ഭയങ്കര സങ്കടമൊക്കെ വരുന്നുണ്ട്. എന്തിനമ്മയെ കരയുന്നത്? അവിടെ തന്നെ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് മുരളിയേട്ടൻ വന്നത്. ഇനി ഇവിടെ നിന്ന് നമ്മുടെ സങ്കടമൂടെ കാണുമ്പോൾ കൂടുതൽ മുരളിയേട്ടന് വിഷമാവും. അതിൻ്റെ കാര്യമില്ല. നമ്മളുടെ അടുത്ത് എന്തായാലും മുരളിയേട്ടൻ തിരിച്ചെത്തിയല്ലോ. അപ്പം സന്തോഷിക്കല്ലേ അമ്മയെ വേണ്ടതെന്ന് ചോദിച്ച് നമ്മുടെ ഗൗരിയാണെങ്കിൽ ഭാർഗവി ആശ്വസിപ്പിക്കുന്നുണ്ട്. ഗൗരിക്കാണെങ്കിൽ ഗൗരിയെ ഗൾഫിലേക്ക് കൊണ്ടുപോകുമെന്നും അവർക്കവിടെ നല്ലൊരു ജീവിതം കിട്ടുമെന്നുള്ളതൊക്കെ ഒരു പ്രതീക്ഷയായിരുന്നു. അതിന് നഷ്ടപ്പെട്ടല്ലോ. അത് അസ്തമിച്ചതിൻ്റെ ഒരു വിഷമം കൂടെ ഭാർഗവിക്കുണ്ടായിരുന്നു. സമയത്താണെങ്കിൽ ചന്ദ്രവത്തെ വീട്ടിലാണെങ്കിൽ ദേവികയെ പിടിച്ചുകൊണ്ട് പോയതിൻ്റെ ടെൻഷനിലും സംസാരത്തിലൊക്കെയാണ് എല്ലാവരും ആഹാരം കഴിക്കാനൊക്കെ വന്നിരിക്കുകയാണ്. ഇരിക്കുമ്പോഴാണെങ്കിൽ സിദ്ധാർത്ഥാണെങ്കിൽ പറയാണ്, ഇതങ്ങനെ തമാശയ്ക്ക് വിടാൻ പറ്റിയ കാര്യമല്ല. നമ്മളിത് സീരിയസ് ആയിട്ട് തന്നെ കാണണം. ദേവികയ്ക്ക് അപകടം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. എല്ലാവരും ശത്രുക്കൾ ചുറ്റിനും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ആ സന്ദീപ് എന്ന് പറയുന്ന ഡ്രൈവർ എവിടെയാണ് ഇപ്പോൾ എന്നറിയത്തില്ല. അവനെ ഇനി നമ്മൾ വേണ്ടാലോ. നമുക്കിനി പുതിയൊരു ഡ്രൈവറിനെ വേണം. ഒരു കാര്യം ചെയ്യ്, നന്ദു ദേവികയുടെ കൂടെ പോട്ടെ. എപ്പോഴും ദേവികയുടെ കൂടെ ഉള്ളത് നല്ലതാണ്. ഡ്രൈവറായിട്ട് പോയി ഇവിടെ ചെയ്യട്ടെ എന്ന് പറയാണ്. എനിക്കാണെങ്കിൽ അതിന് പോകാൻ താല്പര്യമുണ്ട്. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം, എൻ്റെ പ്രായം അതൊന്നും അനുവദിക്കത്തില്ല. അതുകൊണ്ട് നന്ദു പോട്ടെ എന്ന് സിദ്ധാർത്ഥ് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് രജനിയാണെങ്കിൽ എങ്ങനെയെങ്കിലും പ്രശ്നം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് നടക്കുകയല്ലേ. രജനിയാണെങ്കിൽ സിദ്ധാർത്ഥൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്താ നന്ദു അച്ഛൻ്റെ മോനല്ലേ? ഇത് കേൾക്കുമ്പോഴത്തേക്ക് പ്രഭാവതിക്ക് ദേഷ്യം വരുന്നു. എന്താടി പറഞ്ഞത്? അല്ല, അവനെ അവളുടെ വേലക്കാരനായിട്ട് വിടണമെന്ന് അച്ഛൻ പറയുന്നത് കൊണ്ട് ചോദിച്ചതാ. അതിൻ്റെ കാര്യമുണ്ടോ? അതുകൊണ്ട് ചോദിച്ചാൽ എന്ന് നമ്മുടെ രജനി പറയാണ്. അപ്പം സിദ്ധാർത്ഥ് പറയാണ്, നിനക്ക് 2 അടിയുടെ കുറവുണ്ട്. ഞാൻ വിചാരിക്കുന്ന ഗിരീഷ് നിനക്ക് തരുമെന്ന. ഗിരീഷിൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ നിനക്ക് തന്നിരിക്കും എന്ന് സിദ്ധാർത്ഥ് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഗിരീഷാണെങ്കിൽ ഒക്കെ വല്ലാതാവുന്നുണ്ട്. പക്ഷേ സിദ്ധാർത്ഥ് പറഞ്ഞ കാര്യം നമ്മുടെ ദേവികയ്ക്ക് അത്രയും കൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അവർ റൂമിലെത്തിയപ്പോഴത്തേക്ക് നന്ദു ആണെങ്കിൽ ഈ കാര്യം പറയുന്നുണ്ട്. അച്ഛൻ പറഞ്ഞല്ലോ ഞാൻ നിൻ്റെ ഡ്രൈവറായിട്ട് വരാം. അതുകൊണ്ട് തന്നെ ഞാനുണ്ടെങ്കിൽ നിനക്ക് ആരും നിന്നെ ആക്രമിക്കാൻ വരത്തില്ല. നീ സുരക്ഷിതയായിരിക്കും എന്ന് നന്ദു പറയാണ്. അപ്പോൾ ദേവിക അങ്ങ് ചൂടാവുകയാണ്. എനിക്കിഷ്ടമല്ല നന്ദു എൻ്റെ കൂടെ ഡ്രൈവറായിട്ട് വരുന്നത്. എൻ്റെ ജോലിയെ തന്നെ ബാധിക്കും. നന്ദു എൻ്റെ കൂടെ വരുന്നത് എനിക്കൊരു അതിയപ്പറ്റ എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് നന്ദുവിനൊരു വിഷമമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ നന്ദു ആണെങ്കിൽ വല്ലാതാവുന്നുണ്ട്. അതുകൊണ്ടല്ല നന്ദു, എനിക്ക് ഓരോരോ മീറ്റിങ്ങും ഓരോരോ കാര്യങ്ങളൊക്കെ വരും. അപ്പം നന്ദു എൻ്റെ കൂടെ എൻ്റെ ഡ്രൈവറായിട്ട് വരുന്നത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. നന്ദുവിൻ്റേതായ ഡിഗ്നിറ്റി ഉണ്ട്. അതേ രീതിയിലേ ജീവിക്കാവൂ. അല്ലാതെ എൻ്റെ ഡ്രൈവറായിട്ട് ജീവിച്ച് കളയേണ്ടതല്ല എന്ന് ദേവിക പറയാണ്. നന്ദു ആണെങ്കിൽ ഒരു വിഷമമുണ്ട് ദേവിക അങ്ങനെ പറഞ്ഞത്. നന്ദു ആണെങ്കിൽ ദേവികയ്ക്ക് ഒരു അധികപ്പറ്റാണെന്ന് പറഞ്ഞതൊക്കെ നന്ദുവിന് വിഷമം വരുന്നുണ്ട്. എന്നാലും ദേവിക ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ ദേവിക പറഞ്ഞത് ശരിയാണ്. നന്ദുവിനെ ഡ്രൈവറായിട്ട് കൊണ്ടുപോകുന്നത് അത്ര ശരിയുള്ള കാര്യമല്ല. ഈ സമയത്താണെങ്കിൽ ചന്ദ്രമതി ആണെങ്കിൽ നമ്മുടെ മുരളിയെ വിളിച്ചു വരുത്തുന്നുണ്ട്. മുരളിയെ വിളിച്ചു വരുത്തിയിട്ട് പറയാണ്, ആയാലും നീ ഒരു ജോലി അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് നീയും അതുപോലെ തന്നെ ചന്ദ്രമതിയുടെ വീട്ടുകാരും എന്തോ ദേവികയെല്ലാം എനിക്ക് ഒരേപോലാണ്. ദേവികയ്ക്കാണെങ്കിൽ ഇപ്പോൾ മക്കൾ കൂടുതലാണ്. എപ്പോൾ വേണമെങ്കിലും അപകടം നടക്കാം. പക്ഷേ നീ അവളുടെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു സമാധാനമാണ്. അവൾക്കൊരാപത്തും വരത്തില്ല. മുരളിക്കൊന്നും മനസ്സിലായില്ല. എന്തോ ആയാലും അവൾക്കൊരു ഡ്രൈവറിനെ വേണം. നീ നല്ലൊരു ഡ്രൈവറാണ്. അങ്ങനെ നിന്നെ കൊച്ചാക്കിയല്ല. പക്ഷേ നീ അവളുടെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു സമാധാനമാണ്. നീ ഒരു ഡ്രൈവർ മാത്രമല്ല, നീ അവളെ എപ്പോഴും സംരക്ഷിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ പറഞ്ഞത്. ഇത് കേൾക്കുമ്പോഴത്തേക്കും മുരളിക്കൊരു സന്തോഷമൊക്കെ ആവുന്നുണ്ട്. എന്നിട്ട് കയ്യിലേക്ക് താക്കോൽ വെച്ച് കൊടുക്കുകയാണ്. ഇതൊക്കെയാണെങ്കിൽ ത്യാഗരാജൻ കണ്ടുകൊണ്ട് വരികയാണ്. ഇത് കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ ത്യാഗരാജൻ ഞെട്ടുന്നുണ്ട്. ത്യാഗരാജൻ അതങ്ങോട്ട് സഹിക്കുന്നില്ല. കാരണം മുരളി കൂടെ ഉണ്ടെങ്കിൽ ത്യാഗരാജൻ്റെ ഒരു പണിയും നടക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ മുരളിയാണെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങിക്കാനോ ദേവികയെ അത്ര പെട്ടെന്ന് അപകടപ്പെടുത്താനോ ത്യാഗരാജന് പറ്റത്തില്ല. ത്യാഗരാജന് നന്നായിട്ടറിയാം. ത്യാഗരാജൻ അങ്ങ് ഞെട്ടിപ്പോവാണ്. അതുപോലെ ദേഷ്യമുണ്ട്. സമയത്താണെങ്കിൽ പ്രഭാവതിയാണെങ്കിൽ അരുന്ധതിയെ വിളിക്കുന്നുണ്ട്. അരുന്ധതിയെ വിളിച്ചിട്ട് പറയാണ്, നിൻ്റെ ഈ കളി എവിടം വരെ എത്തുമെന്ന് നോക്കട്ടെ. നീ വിചാരിക്കുന്ന പോലെ അല്ല.
ദേവിക ഇപ്പം പണ്ടത്തെ ദേവികയല്ല, അവളൊരു MLA ആണ്. MLA ആണ് നീ ആക്രമിക്കാൻ നോക്കിയത്. ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടുമെന്ന് നീ വിചാരിക്കണ്ട. ഇതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടിയിരിക്കും എന്ന് പ്രഭാവതി അരുന്ധതിയോട് പറയണം. അരുന്ധതി ഇങ്ങനെ ദേഷ്യം നിൽക്കുകയാണ്. ഇതൊക്കെയാണ് വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.